0.25, 0.75, 0.5 എന്നിവയുടെ ലസാഗു അഥവാ LCM കാണുക. ഇവിടെ ദശാംശ സംഖ്യകളാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദശാംശങ്ങൾ നീക്കിക്കളയാം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം, ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം. ഇതിൽ ഏതാ കൂടുതൽ? രണ്ടെണ്ണമാണ്. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ രണ്ടെണ്ണം. അപ്പൊ ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനമുള്ള സംഖ്യ കണ്ടുപിടിക്കുക. ഇത് രണ്ടിനും രണ്ട് സ്ഥാനമാണ്. എന്നിട്ട് അത്രയും സ്ഥാനങ്ങൾ നമ്മൾ ദശാംശം വലത്തോട്ട് നീക്കുക. രണ്ട് സ്ഥാനം ഇവിടെ വലത്തോട്ട് നീക്കുമ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് വരും. പിന്നെ ദശാംശത്തിന് വരില്ല. ഈ സംഖ്യ എന്താവും? 25. അതുപോലെ ഇത് എന്താവും? 75. എന്നാൽ ഇവിടെ ഇതൊക്കെ രണ്ട് സ്ഥാനം നമ്മൾ വലത്തോട്ട് നീക്കി. ഇതിലും രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കണം. ഒരുപോലെ ചെയ്യണം. ഇത് രണ്ട് സ്ഥാനം നീക്കാനുണ്ടോ? ഇല്ല. ഒരു സ്ഥാനം കഴിയും. അപ്പൊ രണ്ട് സ്ഥാനം നമ്മൾ 0 ചേർത്ത് അപ്പൊ സംഖ്യ എത്രയും? 50. ഇനി ഇതിന്റെ ലസാഗുമാണ് LCM. ഇതിനെ 3 ഹരിക്കാൻ പറ്റുന്നത് 5 കൊണ്ട് ഹരിക്കാൻ. നമുക്ക് 5 കൊണ്ട് ഹരിക്കുമ്പോ 5 25, 15 75, 15 60. വീണ്ടും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 1 5 5, 15, 20. 3ഉം 2ഉം അഭാഗ്യ സംഖ്യകളാണ്. ഇനി ഇതിന് 2 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ചെയ്യുക. ലസാഗു കാണട്ടെ, എല്ലാം കൂടി കുറിക്കുക. ഏതൊക്കെ? 5 × 5 × എന്തുകൊണ്ട് കുറിച്ചാൽ മാറ്റില്ല. 3 × 2 25 × 3 75 × 2 150 കിട്ടി. ഇത് നമ്മുടെ കണക്കിന്റെ തുടക്കത്തിൽ എന്താ ചെയ്യുന്നത്? എല്ലാത്തിലും രണ്ട് ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കിയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തിരികെ ചെയ്യുക. രണ്ട് ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കി. ഇനി രണ്ട് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പൊ ദശാംശം ഇവിടെ വരും. 1.50 0 വരില്ല. ഉത്തരം 1.5.